കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PMSSY ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായത് മെയ് 2-ന്. എല്ലാ പ്രശ്നവും പരിഹരിച്ച് ഒരാഴ്ചക്കുള്ളിൽ തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്ന് പറഞ്ഞത് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ 3 മാസം പിന്നിട്ടു. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ പിന്നീട് മന്ത്രിയെ കണ്ടതുമില്ല, കാഷ്വാലിറ്റി തുറന്നതുമില്ല. കെട്ടിടത്തിൽ വയറിംഗ് പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കി. ഫയർ ഓഡിറ്റിംഗും കഴിഞ്ഞു. വെള്ളിമാട് കുന്ന് ഫയർ ഓഫീസർ NOC അംഗീകരിച്ചു. ഇനി ജില്ലാ ഫയർ ഓഫീസറും ജില്ലാ കളക്ടറും ഒപ്പുവെക്കണം. ഈയൊരു നടപടിയിലാണ് ഇപ്പോൾ കാലതാമസം നേരിടുന്നത്. 3 മാസമായി ഇത് തീപിടിച്ചിട്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വയറിംഗ് ഒക്കെ വളരെ മോശമാണ്. അത്രയും മോശമായ വയറിംഗ് ഉള്ളത് കൊണ്ടാണ് ഇത് 2 പ്രാവശ്യമായി തീപിടുത്തം നടന്നിട്ട് അന്ന് തീപിടിച്ചതിന് ശേഷം രോഗികളെ പിന്നെയും അതിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചപ്പോൾ രണ്ടാമതും തീപിടുത്തം ഉണ്ടായിട്ടാണ് ഇപ്പോൾ അടച്ചിട്ടത്. കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതി കെട്ടിടം പൂർണ്ണമായി പരിശോധിക്കണം. തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘവും പരിശോധന നടത്തണം. താൽക്കാലിക കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയ ഉപകരണങ്ങൾ തിരിച്ച് PMSSY ബ്ലോക്കിലേക്ക് മാറ്റുകയും വേണം. താൽക്കാലിക കാഷ്വാലിറ്റിയായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തന്നെയാണ് പനിവാർഡ് പ്രവർത്തിക്കുന്നത്. അവിടേക്ക് കാഷ്വാലിറ്റിയും വന്നതോടെ നിന്ന് തിരിയാൻ സ്ഥലമില്ലാതായി. രോഗികളുടെ എണ്ണം കൂടുന്നതോടെ ഡോക്ടർമാരും ബുദ്ധിമുട്ടിലായി. എൻ്റെ ഭാര്യയുടെ പിതാവിനായിട്ട് നെഞ്ചുവേദനയായിട്ട് വന്നത് മുതൽ ഇവിടെ അവർക്ക് ഡോക്ടേഴ്സിന് ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല. അത്രയേറെ പേഷ്യൻസാണ്. 1.5 മണിക്കൂർ നിന്നിട്ടാണ് അടിയന്തരമായിട്ട് വന്നിട്ടുള്ള നെഞ്ചുവേദന. അതൊരു ബാലുശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് റെഫർ ചെയ്താൽ വരാന്തേ പോലും ഒരു പായ വിരിച്ച് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി കിടക്കുന്ന ഈ എൻട്രൻസിൽ വരാന്തയിൽ ഒരു സൈഡിൽ അവിടെ കിടക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ എണീപ്പിച്ച് അവിടെയാണ് നമ്മൾ പേഷ്യൻ്റ് കിടന്നത്. അതും നെഞ്ഞുവേദനയായിട്ട് വന്ന ഇന്ന് കാർഡിയോയ്ക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്തിട്ടുള്ള പേഷ്യൻ്റ് കിടന്നതാണ്. ഞാൻ ഇന്നലെ രാത്രി 2 മണിക്ക് എൻ്റെ പെങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് ഇവിടെ വന്നതാണ്. 2 മണിക്ക് ഇവിടെ മെഡിക്കൽ കോളേജ് വന്നിട്ട് എൻ്റെ പെങ്ങളുടെ ഭർത്താവിനെ ഡോക്ടർക്ക് പരിശോധിക്കുന്നത് 3:30 മണിക്കാണ്. ഞങ്ങൾ ഈ 10-20 ആൾക്കാർ ഡോക്ടറെ ചുറ്റും കൂടി നിൽക്കുകയാണ്. എന്നുവെച്ചാൽ ഡോക്ടർക്ക് പരിശോധിക്കാൻ കഴിയുന്നില്ല. ഒരു ഡോക്ടർ മെഡിസിൻ ഡോക്ടറുള്ളൂ. അതിന് പഴയ കാഷ്വാലിറ്റിയിൽ ഒരു സൗകര്യങ്ങളുമില്ല. ഒരു പേഷ്യൻ്റ് നിൽക്കാനോ ഇരിക്കാനോ അതുപോലെ തന്നെ സ്ട്രെച്ചറുണ്ട്, പക്ഷേ അത് നിൽക്കാനുള്ള സൗകര്യമില്ല. അവിടെ നിൽക്കാനും തിരിയാനും സൗകര്യമില്ല. വളരെ ദയനീയമായ അവസ്ഥയാണ് ഇന്നലെ. PMSSY ബ്ലോക്ക് തുറന്നു പ്രവർത്തിക്കാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്നാണ് ജനങ്ങളെല്ലാം ചോദിക്കുന്നത്. NOCയും മറ്റു രേഖകളുമെല്ലാം മേശപ്പുറത്ത് ഫയലിൽ കെട്ടിവെക്കാതെ വേണ്ടത് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ രോഗികൾ ഇനിയും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.